ഹലോ! ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണി ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നതിന് ശേഷം കല്യാണിക്ക് ശബ്ദം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം കിരണും തന്നെ ഒപ്പം എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിരൺ ഒരുപാട് പ്രാവശ്യം പറയാണ്, കല്യാണി സംസാരിച്ച് നോക്ക് എന്നൊക്കെ പറയുകയാണെങ്കിലും കല്യാണിക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല. കല്യാണി ആംഗ്യഭാഷയിൽ കൂടെ കാണിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ കിരൺ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഇട്ടിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഫസ്റ്റ് ആദ്യം ഒന്ന് ചുമച്ചുകൊണ്ട് പിന്നെ കല്യാണി കരഞ്ഞ് ശബ്ദം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ ഞാനൊരു ദുസ്വപ്നം കണ്ടു. അപ്പോൾ കിരണിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കല്യാണി കിരണിനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, കിരണേട്ടൻ ഒരുപാട് സൂക്ഷിക്കണം. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ഏയ് എന്താ പറ, ആരെങ്കിലും എന്നെ കൊല്ലുന്നതായിട്ട് നീ സ്വപ്നം കണ്ടോ? പക്ഷേ കല്യാണി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. നേരെ മറിച്ച് കിരണിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ്. അപ്പോൾ കിരൺ ആശ്വസിപ്പിക്കുന്നുണ്ട്, കല്യാണി കണ്ടത് വെറൊരു സ്വപ്നമല്ലേ, അതിനിങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വീണ്ടും കല്യാണി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നത്തിൻ്റെ ആ ഒരു ആഴവും മൂർച്ചയും ഇങ്ങനെ ഓർത്തോണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, കിരണേട്ടാ അപകടം പിന്നാലെയുണ്ട്, നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വീണ്ടും കല്യാണി പൊട്ടിക്കരയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കണ്ട സാധാരണ അതൊക്കെ നടക്കാറുണ്ട്. ഒന്നുകിൽ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആർക്കോ എന്തോ സംഭവിക്കാൻ പോവാണെന്ന് ഉറപ്പാ എന്ന് പറഞ്ഞ് കല്യാണി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കിരൺ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കല്യാണി സോണിയുടെ കല്യാണം ആയതുകൊണ്ട് പല ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ടാവും. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എങ്കിലും ഭയമൊന്നും വേണ്ട, എല്ലാം നടക്കേണ്ട പോലെ തന്നെ നടന്നോളും. അതിനുശേഷം കല്യാണിയോട് കിടക്കാൻ വേണ്ടി പറയാണ്. കല്യാണി കിരണിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന് വീണ്ടും കരയാണ്. അപ്പം കിരൺ ആശ്വസിപ്പിക്കുന്നുണ്ട്, കല്യാണി സ്വപ്നം കണ്ടതൊന്നും ഓർക്കണ്ട, അതൊക്കെ മറന്നേക്ക്. അപ്പോൾ കല്യാണി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, മറക്കാൻ പറ്റുന്നില്ല കിരണേട്ടാ, അതുപോലത്തെ സ്വപ്നമായിപ്പോയി. കിരണിന് ആ സ്വപ്നത്തിൻ്റെ തീവ്രത മനസ്സിലാവുകയാണെങ്കിലും കല്യാണിയെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് കിരണും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിൽ കല്യാണിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചായൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അച്ചായൻ പുറത്തേക്ക് വരുന്നത്. വന്ന സമയത്ത് ഒരു സ്ത്രീയാണ്, മറ്റാരുമല്ല, നമ്മുടെ ആൽബിയുടെ അമ്മ തന്നെയാണ്. അപ്പോൾ അച്ചായൻ സ്നേഹത്തോടെ പറയുന്നുണ്ട്, ആഹാ നീ എത്തിയാ, വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അവരെ. അപ്പോൾ അവരിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വീടൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടാണ് കയറുന്നത്. കാരണം അവർ ആദ്യമായിട്ടാണല്ലോ നാട്ടിൽ അങ്ങനെ ഒരു വീട്ടിൽ കഴിയുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടാണ് കയറുന്നത്. അപ്പോഴേക്കും ആൽബി താഴേക്ക് ഇറങ്ങി വരുന്നപ്പോഴേക്കും അവർ വേഗം ആൽബിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആൽബി പരിഭവം പോലെ പറയുന്നുണ്ട്, എന്നാലും റോണിക്ക് വന്നൂടായിരുന്നു മമ്മി. അപ്പോൾ അവർ പറയാണ്, അവൾക്ക് ലീവ് കിട്ടിയില്ല മോനെ, പിന്നെ ഗംഭീര പാർട്ടിയൊക്കെ നടത്തുന്നത് അവിടെ വെച്ചല്ലേ, അതുകൊണ്ട് ഞാനും പറഞ്ഞു വരണ്ടാന്ന്. അപ്പോൾ അച്ചായൻ പറയാണ്, ഇന്ന് രജിസ്ട്രേഷനാ, എന്തിൻ്റെ എന്നർത്ഥത്തിൽ അവരിങ്ങനെ നോക്കുകയാണ്. സോണിയുടെ അമ്മ അവരുടെ സ്വത്തുക്കളൊക്കെ ഇവൻ്റെയും അവളുടെയും പേരിൽ എഴുതി വെക്കാൻ പോവുക. അപ്പോൾ അവർ അമ്പരപ്പോടുകൂടി ചോദിക്കുന്നുണ്ട്, അയ്യോ അതെന്തിനാ, അതൊക്കെ നീ അവരെ നേരിട്ട് കാണുമ്പോൾ ചോദിക്ക്, അച്ചായൻ കൈയൊഴിയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആൽബി പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ചായൻ പറയാണ്, ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല അവരെഴുതുന്നത്, അവരിതേ ഇവനെ മകനായിട്ട് അങ്ങ് ഏറ്റെടുത്തു, അതുകൊണ്ട് ഇനി നമുക്കായിട്ടൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ പിന്നെ അവരും പുഞ്ചിരിച്ചിട്ട് പറയാണ്, ശരി. അതിനുശേഷം അവർ ഡ്രസ്സൊക്കെ മാറ്റാനും ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ചായൻ ആൽബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ പോകുന്നില്ലേ? ആ പോകണം, സോണിയെ കണ്ടിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ട്, ഞാനിവിടെ വരണോ? അയാൾ ചോദിക്കുന്നുണ്ട്. വേണ്ട, മമ്മി വന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് പപ്പ ഒരിടത്തേക്കും വരണ്ട. അതും പറഞ്ഞിട്ട് ആൽബി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതേസമയം തന്നെ കിരൺ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാവുകയാണ്. അപ്പോഴേക്കും പേടിച്ചേരേണ്ട മുഖത്തോടു കൂടി കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിരൺ കല്യാണി നോക്കി പുഞ്ചിരിക്കുകയാണെങ്കിലും കല്യാണിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനും ഒരു വെപ്രാളമൊക്കെയാണുള്ളത്. കല്യാണി അടുത്ത് വന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിലേക്ക് പോകണം. അപ്പം കല്യാണി ഇങ്ങനെ ആ ഒരു മുഖത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, അത് പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട. പെട്ടെന്ന് കിരണിന് ഓർമ്മ കിട്ടിയില്ല. കിരൺ ചോദിക്കുന്നുണ്ട്, അതെന്താ? പെട്ടെന്ന് ഓർത്തുകൊണ്ട് തന്നെ പറയാണ്, ഓ ഇന്നലെ നീ ദുസ്വപ്നം കണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കല്യാണി അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇന്നേ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന ദിവസമാണ്. സോണിയുടെ ആൽബിയുടെയും പേരിൽ അമ്മ എല്ലാം എഴുതി വെക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടാവണം. അപ്പോൾ കിരണേട്ടൻ വരുന്നില്ലേ? ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, നീ സോണിയും കൂട്ടി അങ്ങോട്ടേക്ക് പോകണം. അതും പറഞ്ഞ് കിരൺ പോകാൻ ഇറങ്ങുമ്പോഴേക്കും കല്യാണിയുടെ അമ്മ കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, മോനെ കല്യാണി മോൾ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, മോന് വേണ്ടി ഞാൻ മൃത്യുഞ്ജയ ഹോമമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കിരൺ ഇതൊക്കെ എന്തിനാന്നുള്ള അർത്ഥത്തിൽ പറയും, അമ്മേ ഇവൾ വെറുതെ എല്ലാവരെയും പേടിപ്പിക്കുകയല്ലേ. കല്യാണിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് തമാശയാക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ കല്യാണിയുടെ മുഖത്ത് അപ്പോഴും ആ സീരിയസ് ഭാവം തന്നെയാണുള്ളത്. അപ്പോൾ ദീപയും പറയുന്നുണ്ട്, അതല്ല മോനെ, മോൾ അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതേപടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട്, മോനെ ആരോ എന്തോ ചെയ്യുന്നതായിട്ടാണ് മോൾ കണ്ടത്. ചിലപ്പോൾ അങ്ങനെ തന്നെ വരണമെന്നില്ല, പക്ഷേ മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചാലും മതിയല്ലോ. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നീ സോണിക്കൊപ്പം പോകണമെന്ന് ഞാനും പറഞ്ഞത്. ഇന്ന് രജിസ്ട്രേഷൻ നടക്കുന്ന ദിവസമായതുകൊണ്ട് ഒരു കുറുക്കനുണ്ടല്ലോ അയലത്ത്, അയാളുടെ വൃത്തികെട്ട തല ഏതൊക്കെ രീതിയിൽ ചുറ്റിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അമ്മയോട് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ ആക്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അമ്മയിൽ നിന്നും അയാൾ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അപ്പം ദീപയും പറയുന്നുണ്ട്, അത് ശരിയാ മോളെ. പിന്നെ കിരൺ വിഷമത്തോടു കൂടി പറയാണ്, ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാനിത് ഒഴിവാക്കുമായിരുന്നു. അപ്പം കല്യാണിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, സാരയില്ല, ഞാൻ സോണിയും കൂട്ടി പോയിക്കോളാം. അതിനുശേഷം കിരൺ കുറച്ചു നേരം കല്ലുമോനെ എടുക്കുകയും കുഞ്ചിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ശേഷം കല്യാണിക്ക് കൊടുത്തിട്ട് ദീപയോട് യാത്ര പറയുന്നുണ്ട്. പക്ഷേ കിരൺ പോയെങ്കിലും ദീപയുടെ മനസ്സിൽ നല്ല വെപ്രാളുണ്ടായിരുന്നു. കാരണം കല്യാണി കണ്ടെടുത്തോളം ഒരുവിധം സ്വപ്നങ്ങളൊക്കെ ഇതുവരെ ഫലിച്ചിട്ടുള്ളതായത് കാരണം ഒരു വെപ്രാളുണ്ടായിരുന്നു. രാഹുൽ സ്വന്തം വീട്ടിലെ ജനലിൽ നിന്നും ഇവരെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം കിരണും തൊട്ട് പിന്നാലെ തന്നെ കല്യാണിയും കല്ലുമോനും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പുറത്തിറങ്ങിയ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്യിട്ടോ, നീയും സോണിയും കൂടെ പോയിക്കോ. അപ്പോൾ കല്യാണിയും തിരിച്ചു പറയുന്നുണ്ട്, ഇപ്പം തന്നെ പോവുക. അങ്ങനെ രാഹുൽ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പം തന്നെ അങ്ങോട്ടേക്ക് ഷാരിയും വരികയാണ്. അങ്ങനെ കല്ലുമോന് യാത്രയൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഷാരി രാഹുലിനെ തന്നെ നോക്കുകയാണ്. രാഹുലാണെങ്കിൽ ഷാരി അടുത്ത് വന്നതുപോലും അറിഞ്ഞിട്ടില്ല. അപ്പം കിരണിൻ്റെ വണ്ടി പോയതിന് ശേഷം ഷാരി കളിയാക്കിക്കൊണ്ടും ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറയുന്നുണ്ട്, അമ്മയും കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നല്ലേ. അപ്പോൾ രാഹുലിന് നല്ല ഈർഷ്യ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഷാരിയും പറയുന്നുണ്ട്, ഇനി എന്തോന്ന് മനസ്സിലാക്കാനാ, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് നാട്ടുകാർ മാത്രമേ ഇനി അറിയാനുള്ളൂ. ഈ വീട്ടിൽ തലയ്ക്ക് കുഴപ്പമില്ലാത്തത് എനിക്ക് മാത്രമാണ്. രാഹുൽ പറയുന്ന സമയത്ത് ഷാരി പൊട്ടിച്ചിരിക്കുകയാണ്. അടിപൊളി, ഏതെങ്കിലും തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ അത് അവർക്ക് സുഖമില്ല എന്നുള്ളത് സമ്മതിക്കുമോ? അവർക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുമോ? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഏതോ സിനിമയിൽ കണ്ടതുപോലെ ഭ്രാന്തില്ലാത്ത ഒരാൾക്ക് ഭ്രാന്തുണ്ടെന്ന് ആക്കി തീർക്കുക നിങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ ഷാരിയും പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നിങ്ങളുടെ സംസാരം പെരുമാറ്റം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന്. ദേ, നമുക്ക് വേണേൽ ഒരു ഡോക്ടറെ പോയി കാണാം, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങൾക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ട് രാഹുൽ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അപ്പോഴും രാഹുൽ പറയുന്നുണ്ട്, നീയൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെയും എൻ്റെ മോളുടെയും നാളത്തെ ജീവിതത്തെപ്പറ്റി മാത്രമാണ്. അപ്പോൾ ഷാരി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നത്തെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാത്ത നിങ്ങൾ എന്തിനാ മനുഷ്യ നാളത്തെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നത്? അപ്പോൾ രാഹുൽ പറയാണ്, ചിലപ്പം നമ്മുടെ മോള് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. അപ്പോൾ ഷാരിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ദേ, എൻ്റെ മോളെ മെൻ്റൽ പേഷ്യൻ്റ് ആക്കിയാലുണ്ടല്ലോ. അപ്പോൾ രാഹുൽ പറയാണ്, ഞാനാക്കുന്നതല്ല, അവൾക്ക് അങ്ങനെയുള്ളൊരു സാധ്യത വരാനുള്ള അവസരം കൂടുതലാണ്. അവൾക്കേ ഒരു കുഴപ്പവും വരില്ല. അവൾ മനുമോനും ഒത്തിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതേ തലയ്ക്ക് സുഖമില്ലാത്ത നിങ്ങൾക്ക് കാണേണ്ടി വരും. അതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. അവർക്കൊപ്പേ ഞാനും കാണും. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ചന്ദ്രസേന എന്ന് പറയുന്നവൻ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ തകർച്ച തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൻ മരിക്കാതെ നമ്മുടെ ജീവിതം പച്ച പിടിക്കില്ല. അപ്പോൾ കളിയാക്കിക്കൊണ്ട് തന്നെ ഷാരി പറയുന്നുണ്ട്, അവൻ എങ്ങനെ മരിക്കാനാ? ഇപ്പോൾ തന്നെ ദേ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു. ഇനി അവരാണ് സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ പോകുന്നത്. അതൊക്കെ കാണാതിരിക്കാനേ നമ്മൾ കണ്ണു അടച്ച് ഇരിക്കേ മാർഗമുള്ളൂ. അപ്പോൾ രാഹുൽ പറയാണ്, ഞാൻ കണ്ണടച്ചിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര തവണയാണ് അങ്ങേരുടെ ആൾക്കാർ നിങ്ങളെ എടുത്തിട്ട് അടിച്ചത്? പിന്നെ കൊള്ളാൻ പറ്റുന്നൊരു ശരീരമുള്ളതുകൊണ്ട് ആർക്ക് വന്നിട്ടും മേയാലോ. ദേ, വെറുതെ വളവളാന്ന് സംസാരിക്കാതിരുന്ന് നിങ്ങൾ നോർമലായി നിന്നാലുണ്ടല്ലോ, ഞങ്ങൾ പോകുമ്പോൾ വേണേൽ കൂടെ വരാം. അപ്പോൾ രാഹുൽ ഇങ്ങനെ പുച്ഛത്തോടെ നിൽക്കുകയാണ്, ഇവരെവിടെ പോകാന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഷാരി വീണ്ടും പറയുന്നുണ്ട്, അല്ലെങ്കിലേ മനുമോൻ ഒരു കാരണവശാലും നിങ്ങളെ കൂട്ടത്തില്ല, അത് മറക്കണ്ട എന്നും പറഞ്ഞിട്ട് ഷാരി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ രാഹുൽ അതൊന്നും കാര്യമാക്കുന്നില്ല. ഷാരീൻ്റെ ദേഷ്യമോ വാശിയോ ഒന്നും കാര്യമാക്കുന്നില്ല. രാഹുൽ വേഗം തന്നെ അടുത്തൊരു ഫോൺ ചെയ്യുകയാണ്. വേറെ ആരെയല്ല, ഇന്നലെ ഏൽപ്പിച്ച ഗുണ്ടകളെയാണ് വിളിക്കുന്നത്. അപ്പോൾ അയാൾ കോൾ എടുത്തപ്പോൾ തന്നെ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്തായി? സാറേ, ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവനിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സമയവും സന്ദർഭവും അനുസരിച്ച് അവനെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനം. അപ്പം രാഹുൽ പറയുന്നുണ്ട്, എന്നിട്ട് എന്നെ വിളിക്കണം. അവനെ കെട്ടാനിരുന്നവൾ ഇന്ന് അവന് ആദരാഞ്ജലി അർപ്പിക്കട്ടെ. ശരി സാറേ. എന്നിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. ആൽബിൻ്റെ മമ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടേബിളിൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കും അഗസ്റ്റിൻ കയ്യിലൊരു കപ്പ് കോഫിയായിട്ട് ചായയായിട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ, അടുക്കള ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചൂട് ചായ അങ്ങോട്ട് കുടിച്ചാട്ടെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ ഞാനിട്ട് തരുമായിരുന്നല്ലോ. അതെന്താ, ഞാനിട്ടാൽ കുടിക്കത്തില്ലേ? അച്ചായൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കളിയായിക്കൊണ്ട് പറയാം, വെറുതെ അങ്ങ് പറയുക. ചായ ഇടാൻ പറഞ്ഞായിരുന്നെങ്കിൽ പറഞ്ഞേനെ. അയ്യോ അച്ചായ യാത്ര ക്ഷീണമാണെന്ന്. എന്നാ കുടി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അയാൾ അവർക്ക് ആ ചായക്കപ്പ് നീട്ടുകയാണ്. അപ്പം എന്നിട്ട് അച്ചായനും അവിടെ കമ്പനിക്കുന്ന പോലെ സംസാരിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഫ്ലൈറ്റിൽ കുറേ നേരം ഇരുന്നതല്ലേ, അതിൻ്റെ ഒരു യാത്രാ ക്ഷീണമൊക്കെ ഉണ്ട്. ക്ഷീണമൊക്കെ മാറാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചായ, കുടിക്ക്. അപ്പോഴേക്കും പുറത്തേക്ക് പോകാനുള്ള വേഷത്തിൽ ആൽബി റെഡിയായിട്ട് താഴേക്ക് വരികയാണ്. അച്ചായൻ ചോദിക്കുന്നുണ്ട്, നീ പോവാൻ റെഡിയായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് പോവാം. വേണ്ട പപ്പ, എനിക്ക് പോണ വഴിക്ക് സോണിയെ കാണേണ്ട ആവശ്യമുണ്ട്.
ടെക്സ്റ്റൈൽസിൽ പോകണം, പിന്നെ രജിസ്ട്രേഷന് പോകണം, അതുകൊണ്ട് കഴിക്കാനിരുന്ന സമയം പോവും. അപ്പം മമ്മി കളിയാക്കൊണ്ട് പറയുന്നുണ്ട്, ഓ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പോവായിരിക്കും. അപ്പം ആൽബി ചിരിച്ചിട്ട് പറയും, ഏയ് അയ്യോ അതൊന്നും അല്ല, മിന്നുകെട്ട് കഴിയുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ഭാര്യ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പം അച്ചായൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലടാ, നീ സോണിയെ കെട്ടിയില്ലെങ്കിലും ശരി, നിനക്ക് എപ്പോൾ വേണേലും അവിടെ പോയി ഫുഡ് കഴിക്കാം. അല്ല മമ്മി സോണിയെ കണ്ടിട്ടില്ലല്ലോ? ആര് പറഞ്ഞു കണ്ടിട്ടില്ലാന്ന്? വീഡിയോ കോൾ ചെയ്തായിരുന്നല്ലോ. അപ്പം അച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്നാലും നീ നേരിട്ട് കണ്ടിട്ടില്ലല്ലോടി കെട്ടിയോളെ? നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ആൽബി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ സോണിയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? ഏയ് വേണ്ട മോനെ, മുറ പോലെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടോളാം. അപ്പം ആൽബി പറയാണ്, എന്നാൽ പിന്നെ ഞാൻ പോയി കണ്ടിട്ട് വരാം. പോട്ടെ മമ്മി, പോട്ടെ ഡാഡി എന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും, അതായത് ആൽബി തിരിച്ച് നടക്കാൻ നോക്കുമ്പോഴേക്കും ആൽബിയുടെ കാലവിടെ തെറ്റിയിട്ട് വീഴാൻ വേണ്ടി പോവാണ് തട്ടിയിട്ട്. അപ്പോഴേക്കും അവർ രണ്ടുപേരും വേഗം ഓടി വന്നിട്ട് ആൽബിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഏയ് എന്താ എന്താ പറ്റിയത്? നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് നടക്കണ്ടേ മോനെ? ഏയ് കുഴപ്പമൊന്നുമില്ല പപ്പ. അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട്, മമ്മി മോനെ നീ മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അവൻ പറയാണ്, ഏയ് അതൊക്കെ മമ്മി കത്തിച്ചാൽ മതി, ഞാൻ പോയിട്ട് വരാം, പോട്ടെ പപ്പ എന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ അച്ചായനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ആൽബിയുടെ ആ പോക്കിലൊരു ചെറിയൊരു വിഷമം അവർക്ക് ഫീൽ ചെയ്യാണ്. ആൽബിയുടെ കാറ് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതും കാത്തിട്ട് രാഹുലിൻ്റെ ഗുണ്ടകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൽബിയുടെ കാറ് പുറത്തേക്ക് എത്തിയതും അവർ ആൽബിയെ ഫോളോ ചെയ്യാണ്. ആൽബിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. ആദ്യമായിട്ട് സോണിയെ കണ്ട ദിവസം സോണിയോട് പറഞ്ഞ കാര്യങ്ങളും, അതായത് ഇനി സോണി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗ എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരികയാണ്. സോണിയുടെ ബന്ധുക്കൾ ഞങ്ങളുടെയും ബന്ധുക്കളാണ്, അതുകൊണ്ട് ഇനി കണ്ണീര് വേണ്ട, ഏത് നേരവും ചിരിച്ച മുഖമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. സോണിയുടെ ചിരിച്ച മുഖവും അന്നത്തെ സോണിയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ഓർമ്മ വന്നിട്ട് ആ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ് ആൽബി സോണിയുടെ വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ട് കാറ് നിർത്തുന്ന സമയത്ത് പിന്നാലെ വന്ന ഗുണ്ടകളും കുറച്ച് മാറിയിട്ട് വിട്ടിട്ട് നിർത്തുകയാണ്. എന്നിട്ട് ആൽബി എങ്ങോട്ടാണ് പോയതെന്നൊക്കെ അവരിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽബി സന്തോഷത്തോടു കൂടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സോണിയുടെ വീട്ടിലേക്ക് വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. സോണിയാണെങ്കിൽ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ സോണി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പം ആൽബി ചോദിക്കുന്നുണ്ട്, ആഹാ രാവിലെ തന്നെ നീ റെഡിയായോ? ആ രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവേണ്ടതല്ലേ, പിന്നെ കല്യാണി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരാനായിരുന്നത്. അപ്പോൾ ആൽബി ചോദിക്കുന്നുണ്ട്, ആഹാ അപ്പം ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായോ? അപ്പോൾ സോണി തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആൽബിയേട്ടൻ അതിൽ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരുമെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സോണി എനിക്കൊന്ന് കാണണം തോന്നി, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാമെങ്കിലും എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടേ, ഒന്ന് ടെക്സ്റ്റൈൽസിൽ പോകണം, ഞാൻ കരുതി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാമെന്ന്. അപ്പോൾ സോണി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ കല്യാണിയെ വിളിച്ച് പറയട്ടെ വരണ്ടാന്ന്? അയ്യോ അത് വേണ്ട, ഞാനും കല്യാണിയായിട്ടും ടെക്സ്റ്റൈൽസിൽ പോകാനിരിക്കുമായിരുന്നു. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, എന്നാൽ കല്യാണിയും കൂട്ടി പോര്, ഞാൻ ഏതാ ടെക്സ്റ്റൈൽസിൽ കയറുന്നതെന്ന് മെസ്സേജ് ചെയ്യാം. ശരി എന്നാൽ പിന്നെ കയറിയിരിക്കും, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, ഏയ് ഞാൻ കുടിച്ചിട്ടാണ് വന്നത്. അല്ല ചാരുമോളെ എവിടെ? അപ്പോൾ സോണി പുഞ്ചിരിച്ചിട്ട് പറയണം, അകത്തുണ്ട്, എന്നാലേ ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണട്ടെ. അപ്പോൾ സോണിക്ക് ഹൃദയം നിറഞ്ഞൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വാ ആൽബിയേട്ടാ. ആൽബിക്ക് സന്തോഷമാവാണ്. അതിനുശേഷം സോണി ആൽബിയുടെ കൈ പിടിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ ആൽബി ആ സോണി പിടിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യത്തെയും സോണി പിടിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ സോണി കൈകളിലേക്ക് പിടിച്ചത് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് എത്തിയപ്പോൾ ചാരുമോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോഴേക്കും ചാരുമോളെ കണ്ടപ്പോൾ തന്നെ ആഹാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൽബി പോകുന്നത്. നോക്ക് ചാരുമോളെ ആരാ വന്നിരിക്കുന്നത് എന്നൊക്കെ സോണിയും പറയുന്നുണ്ട്. അപ്പോൾ ആൽബി വേഗം ചാരുമോളെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അല്ല മോളെയും കൂട്ടി നമുക്ക് ഫ്ലൈറ്റ് കയറി പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ആൽബി ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പോൾ സഹായത്തിന് ആരും ഇല്ലേ? ഒരമ്മ വരാറുണ്ട്, പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞതാ, ഭാർഗവി അമ്മ എന്നാ പേര്. അപ്പം ആൽബി പറയുന്നുണ്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാർഗവി അമ്മയ്ക്ക് ജോലി ഇല്ലാതാവും അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, അവരിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് കിരണേട്ടൻ്റെ വീട്ടിലും ഞങ്ങളുടെ കുടുംബ വീട്ടിലൊക്കെ മാറിയും തിരിഞ്ഞു നിന്നോളും, അവർക്ക് വേണ്ടതൊക്കെ കിരണേട്ടൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ആൽബിൻ പറയുന്നുണ്ട്, അതല്ലെങ്കിലും സേനനെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ അങ്ങ് എടുക്കും, അതിപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ തന്നെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സോണിയും കുറച്ചൊരു വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, സത്യം പറയാലോ ഒരിക്കലും കരുതിയതല്ല എൻ്റെ കുഞ്ഞിന് ഇതുപോലൊരാളെ പപ്പയെ കിട്ടുമെന്ന്. അപ്പോൾ ആൽബിയും പറയാണ്, ഞങ്ങളും കരുതിയതല്ല സോണിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്ന്. പിന്നെ എൻ്റെ മമ്മി വന്നിട്ടുണ്ട്, സോണിയെ കാണാൻ കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് മമ്മിയെ കാണാൻ പോയാലോ? ഏയ് അത് വേണ്ട, മമ്മി പറയുന്നതേ ഇങ്ങോട്ട് വന്ന് കണ്ടോളാന്നാ. പിന്നെ റോണ വന്നില്ല, അവൾക്ക് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടിയില്ല, ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ആ കുറവ് നികത്താന്ന് അവൾ പറഞ്ഞത്. കേട്ടോ സോണി, സേനനങ്ങളും നിങ്ങളുടെ കുടുംബമൊക്കെ ആയിട്ട് ഭയങ്കര ശത്രുതയിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അന്നൊരു പ്രപ്പോസലായിട്ട് ഞങ്ങൾ വരാതിരുന്നത്. എപ്പോഴും എൻ്റെ പപ്പയും മമ്മിയും പറയായിരുന്നു സേനനങ്ങളുടെ മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. പിന്നെ രണ്ട് സമുദായം ആയതുകൊണ്ട് അങ്ങനെ ഒരു വിവാഹം നടക്കുമെന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. എന്നാൽ അതിനുശേഷം സോണിയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒരു നിരാശയായിട്ട് കാണണ്ട, അതുകൊണ്ടാണല്ലോ നമുക്ക് ഒന്നിക്കാൻ പറ്റിയത്.
സോണിയും ഈ പൊന്നുമോളും എനിക്ക് സ്വന്തമായത്. സോണി നിറഞ്ഞ കണ്ണുകളോട് കൂടി സന്തോഷത്തോടു കൂടിയാണ് ആൽബി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നത്. അതിനുശേഷം അവരെ രണ്ടുപേരും ചേർത്ത് പിടിച്ചിട്ട് ആൽബി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഉമ്മറത്ത് നിന്നിട്ട് ചാരുമോളെ കളിപ്പിക്കുകയാണ് രണ്ടുപേരും. ഗുണ്ടകൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ദൂരത്തായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.